കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തുന്നതും നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതിഥി തൊഴിലാളികൾ കേരളത്തിൽ നിന്ന് ഭീമമായ തുക കടത്തുന്നു എന്നൊരു പരാമർശം അദ്ദേഹം പടച്ചുവിട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ആരോപണം സംസ്ഥാനത്തിന്റെ തൊഴിൽ വികസന മാതൃകയെ തന്നെ സംശയത്തിന്റെ നിഴലിലാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ ഈ പരാമർശങ്ങൾക്ക് ശക്തമായ മറുപടിയാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക് കൊടുത്തത്. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ അതിഥി തൊഴിലാളികൾ വഹിക്കുന്ന നിർണായക പങ്ക് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം സതീശന്റെ പ്രസ്താവനകൾ യാഥാർത്ഥ്യ വിരുദ്ധവും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉള്ളതുമാണെന്ന് തുറന്നടിക്കാനും മടി കാണിച്ചില്ല. കേരളത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, കൃഷി, ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങി നിരവധി മേഖലകൾ ഇന്ന് അതിഥി തൊഴിലാളികളെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. സ്വദേശികൾ ഒഴിഞ്ഞുപോയ തൊഴിൽ മേഖലകളിൽ വലിയൊരു ശൂന്യത നികത്തിയിരിക്കുന്നത് ഇവരാണ്. ഈ സാഹചര്യത്തിൽ അവരുടെ വരുമാനം സ്വന്തം നാട്ടിലേക്ക് അയക്കുന്നത് സ്വാഭാവിക സാമ്പത്തിക പ്രക്രിയയാണ്. അതിനെ കടത്ത് എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത് തെറ്റിദ്ധാരണ പരത്തലല്ലാതെ മറ്റൊന്നുമല്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരും പറയുന്നത്. സതീശന്റെ പ്രസ്താവനകളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു അപകടകരമായ രാഷ്ട്രീയ സമീപനമാണ്. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെയും തൊഴിലാളികളെയും ലക്ഷ്യമിട്ട് തെറ്റായ നരേറ്റീവ് സൃഷ്ടിക്കുന്നത് സമൂഹത്തിൽ വിഭജനവും അസ്വസ്ഥതയും ഉണ്ടാക്കാനാണ് സഹായിക്കുക. വികസനത്തെ ഉൾക്കൊള്ളുന്ന സാമ്പത്തിക നയങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള ശ്രമം മാത്രമാണ് ഇതെന്ന് ഇടത് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. ഇതിന് വിപരീതമായി LDF സർക്കാർ അതിഥി തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതികളും സുരക്ഷിത തൊഴിൽ സാഹചര്യങ്ങളും ഉറപ്പാക്കാൻ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. ആരോഗ്യ പരിരക്ഷ, ഇൻഷുറൻസ്, താമസ സൗകര്യം എന്നിവയിൽ കേരളം മാതൃകാപരമായ സമീപനം കൈക്കൊണ്ടതായി പരിശോധിച്ചാൽ മനസ്സിലാവും. സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളെ മറച്ച് രാഷ്ട്രീയ നേട്ടത്തിനായി തെറ്റായ ആരോപണങ്ങൾ ഉയർത്തുന്നതിനു പകരം തൊഴിലാളി വർഗത്തിന്റെ സംഭാവനകളെ അംഗീകരിക്കുകയാണ് വേണ്ടത്. NDTV സംഘടിപ്പിച്ച കോൺക്ലേവിലായിരുന്നു സതീശന്റെ പരാമർശം. കേരളത്തിൽ റിവേഴ്സ് റെമിറ്റൻസ് നടക്കുകയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സർക്കാർ കണക്കനുസരിച്ച് കേരളത്തിൽ 30 ലക്ഷം ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. എല്ലാ ശനിയാഴ്ചയും കൂലി വാങ്ങി തിങ്കളാഴ്ച അവരുടെ നാട്ടിലേക്ക് അയക്കുന്നു. ഈ രീതിയിൽ വലിയ തുകയാണ് കേരളത്തിൽ നിന്ന് കടത്തുന്നത്. എത്രയാണെന്ന് നമ്മൾ കണക്കാക്കിയിട്ടില്ല. 10 വർഷം മുൻപ് തിരുവനന്തപുരത്ത് 100 കോടി രൂപ ചെലവാക്കി ഒരു കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ 40 മുതൽ 50 കോടി രൂപ സമീപ പ്രദേശത്തെ തൊഴിലാളികളുടെ വീട്ടിലേക്ക് പോകും. എന്നാൽ ഇപ്പോൾ തൊഴിലാളികൾ ഇതര സംസ്ഥാനത്ത് നിന്നായതുകൊണ്ട് പണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. വലിയ തുക നമ്മുടെ നാട്ടിൽ നിന്ന് കടത്തുന്നു. ഇതിനെയാണ് റിവേഴ്സ് റെമിറ്റൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും സതീശൻ വിശദീകരിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ കേരള സമ്പദ്ഘടനയെക്കുറിച്ചുള്ള ധാരണ ബാലിശമാണ്. കേരളത്തിലുള്ള അതിഥി തൊഴിലാളികളെല്ലാം തിരിച്ചു പോയെന്നിരിക്കട്ടെ, അത് നമ്മുടെ സമ്പദ്ഘടനയെ എങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചാൽ കാര്യങ്ങൾ ഏതാണ്ട് പിടികിട്ടുമെന്നും തോമസ് ഐസക് പറയുന്നുണ്ട്. പണം അടിച്ചു മാറ്റുന്നു എന്നൊക്കെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. അതുപോലെ അറബ് രാജ്യക്കാർ ചിന്തിക്കാൻ തുടങ്ങിയാൽ മലയാളികൾ കേരളത്തിൽ തന്നെയിരിക്കും. നമ്മുടെ ഗതി എന്താകുമെന്നും തോമസ് ഐസക് ചോദിക്കുകയാണ്. കുടിയേറ്റ തൊഴിലാളികളും മനുഷ്യർ തന്നെയല്ലേ? കേരളത്തിലുള്ള കുടിയേറ്റക്കാർ ഇന്ത്യക്കാരുമാണ്. ഇന്ത്യൻ പൗരർ എന്ന നിലയിൽ നമ്മുടെ നാട്ടിലെ തൊഴിൽ നിയമങ്ങളും ആനുകൂല്യങ്ങളും അവർക്കും ബാധകമല്ലേ എന്ന് സതീശൻ സമയം കിട്ടുമ്പോൾ ചിന്തിച്ചാൽ കൊള്ളാം.